തണുത്തുറഞ്ഞു കിടക്കുന്ന അലാസ്ക ഇവിടെ ഒരു മുയലിനെ ചെന്നായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം മുയലിനെ കിട്ടി എന്ന് വരുമ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി കേട്ട് നമ്മുടെ ചെന്നായയുടെ ശ്രദ്ധ തിരിയുന്നു. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയാണ് ബിഗ് ഫുട്ട് ഫാമിലി. ദേ നമ്മുടെ കഥാനായകനായ ആദം അവന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരു ബിഗ് ഫുട്ടാണ്, അമ്മ ഒരു സാധാരണക്കാരിയാണ്. അച്ഛൻ ബിഗ് ഫുട്ട് ആയതുകൊണ്ട് തന്നെ അച്ഛന്റെ മിക്കവാറും ഗുണങ്ങള് ആദത്തിനും കിട്ടിയിട്ടുണ്ട്. സ്പീഡിൽ ഓടുക, നല്ല കേൾവിശക്തി, മുറിവ് പറ്റിയ ഹീൽ ചെയ്യാനുള്ള കഴിവ്. ഇത് കൂടാതെ അവന് മൃഗങ്ങളോടും സംസാരിക്കാൻ പറ്റുമായിരുന്നു. കാട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലെത്തുമ്പോൾ കുറച്ചേറെ മൃഗങ്ങളുമായിട്ടാ വന്നേ. അതുകൊണ്ട് തന്നെ അവന്റെ വീട്ടില് മനുഷ്യന്മാര് മാത്രമല്ല മൃഗങ്ങളും കൂടി ഉണ്ടായിരുന്നു. അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നത് പോലും റാക്കൂൺസ് ആണ്. ട്രൈപ്പർ എന്ന റാക്കൂണിന്റെ ഫാമിലിയും വലിയ കരടിയായ വിൽബറും, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇന്നിപ്പോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആഡത്തിന്റെ അച്ഛനായ ബിഗ് ഫുട്ട് എന്ന ഡോക്ടർ ജിമ്മിന്റെ ഇന്റർവ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഗുഡ് മോർണിംഗ് വേൾഡ് എന്ന ഒരു TV പ്രോഗ്രാമിലൂടെ ഡോക്ടർ ജിം സംസാരിക്കാനായി തുടങ്ങുന്നു. ഇദ്ദേഹത്തെ ഒരു കമ്പനി വേട്ടയാടിയതായും മകനായ ആഡം പുള്ളിക്കാരനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് രക്ഷിച്ചു കൊണ്ടുവന്നതിനെ പറ്റിയിട്ടൊക്കെയും ഡോക്ടർ ജിം സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബിഗ് ഫുട്ടിന്റെ ഫസ്റ്റ് മൂവിയിലെ കഥകളാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഒരു ഫെയിം, ബിഗ് ഫുട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഫെയിം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആഡത്തിനാണെങ്കിൽ അച്ഛൻ പ്രശസ്തനായതിൽ പിന്നെ തന്റെ പ്രൈവറ്റ് ആയ ഒരു ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും അച്ഛനെ പറ്റി ഇവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ സ്കൂളിൽ നിന്ന് തന്നെ ഓടിപ്പോരാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ ലവ് ഇൻട്രസ്റ്റ് ആയ എമ്മയെ കാണുന്നത്. എമ്മ ഇവനെ കാണുമ്പോൾ ഇവനിപ്പോ ചവറ്റുകൊട്ടയിലാ കിടക്കുന്നത്. വേസ്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യായിരുന്നു എന്നും പറഞ്ഞ് ആഡം നമ്മുടെ എമ്മയുടെ കൂടെ സംസാരിച്ച് വീട്ടിലോട്ട് വരികയാണ്. പോകുന്ന വഴിക്ക് വെച്ച് ആഡം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇത്ര ഫേമസ് ആയതിന്റെ പേരിൽ എനിക്കിപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്ന്. പിന്നെ ആഡത്തിന് തന്റെ ലവിനെ പറ്റി എമ്മയോട് സംസാരിക്കാനേ പേടിയായിരുന്നു കേട്ടോ. ഇത്തവണയും അവനതിന് ഫെയിലായിപ്പോയി. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ആഡം കാണുന്നത് വീട്ടിൽ നിറയെ അച്ഛനെ വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ്. അതുകൂടാതെ അച്ഛനെയും അച്ഛന്റെ കഥകളും വെച്ച് ഗെയിമൊക്കെ ഇവിടെ ഓരോരുത്തരെ ഡെവലപ്പ് ചെയ്ത് അച്ഛനോട് ഇതിനൊക്കെ സമ്മതമാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ബിഗ് ഫുട്ട് പറയുന്നത്, എൻ്റെ ഫെയിം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നു. അങ്ങനെ ആ പരസ്യ കമ്പനിക്കാരെ മുഴുവൻ നമ്മുടെ ബിഗ് ഫുട്ട് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇത് കാണുന്ന ആഡത്തിനും സന്തോഷമായി. സമാധാനം, വീട്ടിലെങ്കിലും ഇച്ചിരി സ്വസ്ഥത കിട്ടുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് ബിഗ് ഫുട്ടിനൊരു പോസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അലാസ്കയിലുള്ള റോക്കി വാലി എന്ന സ്ഥലത്ത് എക്സ്ട്രാക്ട് എന്ന ഓയിൽ കമ്പനി ഒരു പുതിയ മൈൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗനി കാരണം ആ റോക്കി വാലി തന്നെ നശിച്ചു പോവും. നിങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു അവിടെ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛൻ പോവാൻ തയ്യാറെടുക്കുമ്പോൾ ആഡം പറഞ്ഞു, ഞങ്ങൾക്ക് സമ്മതമല്ല. കാരണം അച്ഛനെ ഒരുപാട് നാൾ കഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കണ്ടുപിടിച്ചേ. പക്ഷേ ബിഗ് ഫുട്ടിനത് ചെയ്യണമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രൈവറ്റ് പ്ലെയിനും എടുത്ത് അപ്പൊ തന്നെ അലാസ്കയിലേക്ക് യാത്രയാകുവാണ്. 2 മാസത്തിനിടയ്ക്ക് ആഡം ഫോണിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബിഗ് ഫുട്ടിന് അറിയത്തുള്ളൂ. കാരണം അത്രയും കാലം പുള്ളി കാട്ടിലാണ് ജീവിച്ചിരുന്നത്. ഒരു വ്ളോഗിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കണം എന്നാണ് ബിഗ് ഫുട്ടിന്റെ പ്ലാൻ. അദ്ദേഹം അങ്ങനെ അറിയാത്ത മട്ടില് വ്ളോഗിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന കാട്ടുമൃഗമായ മൂസ് നമ്മുടെ ബിഗ് ഫുട്ടിനരികിൽ വന്ന്, എന്റെ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ, ഇവിടെ കുറെ എണ്ണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ മേല എന്നും പറഞ്ഞ് ബിഗ് ഫുട്ടിനായിട്ട് ഓടിക്കാൻ തുടങ്ങും. ബിഗ് ഫുട്ട് ഓടടാ ഓട്ടം. അങ്ങനെ ഓടിച്ചെന്ന് നിൽക്കുന്നത് എക്സ്ട്രാക്ട് എന്ന ഈ ഓയിൽ കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അവിടെ എത്തുമ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നവരെ നമ്മുടെ ബിഗ് ഫുട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ദൂരെ ചെന്നാലാണ് ഈ വർക്ക് മൈൻഡ് സ്പേസ് ഉള്ളത് എന്നൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം ആർലോ എന്നൊരാളും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിഗ് ഫുട്ട് എടുത്ത വീഡിയോ കണ്ട നമ്മുടെ ആഡം, അയ്യേ അച്ഛൻ ആകെ കിട്ടിയത് 14 വ്യൂസാ എന്ന് പറയുമ്പോൾ ട്രേപ്പർ എന്ന ഈ റാക്കൂൺ പറഞ്ഞു, എന്നാ മോനൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തേ. അങ്ങനെ ആഡം അവന്റെ കഴിവ് അതില് തെളിയിക്കുകയാണ്. അതിനുശേഷം ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എമ്മയ്ക്ക് അയച്ചു കൊടുത്തു. എടേ നീ ഇത് ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്ക, ഇതൊന്ന് വൈറലാക്കണം എന്ന് പറയാണ്. എമ്മ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് കാണേണ്ടതായിരുന്നു പുകില്. 14 വ്യൂ ഉണ്ടായിരുന്ന നമ്മുടെ ബിഗ് ഫുട്ടിന്റെ ഈ വീഡിയോ ഇപ്പോൾ 14 ലക്ഷം ആളുകളാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കയറി വൈറലായ കാര്യം ആർലോ ഇപ്പോ ബിഗ് ഫുട്ടിനോട് പറയുമ്പോൾ, അതെന്റെ മോന്റെ പണിയായിരിക്കും ആഡം, അവൻ നന്നായി എഡിറ്റ് ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു. എന്നാ
ഇവിടെ ന്യൂസ് ചാനലുകാർ വരെ ഇപ്പൊ ബിഗ് ഫുട്ടിന്റെ ഈ ഒരു ഇഷ്യൂ എടുത്തിട്ട് അത് ന്യൂസ് ആക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ചില ചാനലുകാർ എക്സ്ട്രാക്ട് ഓയിൽ കമ്പനിയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ഈ ഓയിൽ കമ്പനി ഇവരൊന്നും പറയുന്നത് പോലെ പ്രകൃതിക്ക് ദോഷമല്ല, പ്രകൃതിയിൽ നിന്ന് വേസ്റ്റ് ആവുന്ന കാര്യങ്ങൾ വെച്ചാണ് ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന മട്ടിലും വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ഫുട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് കാര്യമില്ലാതാകുമോ എന്നുള്ള പേടിയും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അന്ന് രാത്രിയില് ഇദ്ദേഹം നന്നായി കേൾവി ശക്തിയുള്ള ഒരാളാണല്ലോ. അപ്പൊ ദൂരെ നിന്ന് ഒരു ബോംബ് പൊട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരുമില്ലാതെ ഇരുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ എന്താണ് ആ ശബ്ദം എന്ന് നോക്കാൻ വേണ്ടി എക്സ്ട്രാക്ട് ഓയിൽ കമ്പനിയുടെ ഉള്ളിലേക്ക് ആരും കാണാതെ പുള്ളി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ പുള്ളി ആവട്ടെ അവിടെ ഇങ്ങനെ ഡ്രോണുകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രോണുകൾ കാണുമ്പോൾ പുള്ളി ഓടുകയാണ്. എന്നാൽ അവസാനം ഒരു ഡ്രോൺ ഇദ്ദേഹത്തെ സ്കാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ആഡം ഇന്നലെ ഹൈ വ്യൂ കിട്ടിയ ആ വീഡിയോ ഡിലീറ്റ് ആയതാണ് കാണുന്നത്. അച്ഛൻ അത് ഡിലീറ്റ് ചെയ്തു എന്നും പറഞ്ഞ് താഴെ ഇറങ്ങി വന്ന് ന്യൂസ് കാണുമ്പോഴാണ് അവന്റെ അച്ഛൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മുടെ ആഡം മനസ്സിലാക്കുന്നത്. ന്യൂസിൽ പറയുന്നത് അദ്ദേഹത്തെ വല്ല ചെന്നായ്ക്കളും പിടിച്ചു കാണുമെന്നാണ്. എന്നാൽ അത്രയും നാള് കാട്ടിൽ ജീവിച്ച അദ്ദേഹത്തിന്, മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തെ എങ്ങനെ ഒരു ചെന്നായ പിടിച്ചോണ്ട് പോവും? അതുകൊണ്ട് തന്നെ ആഡവും അമ്മയും റാക്കൂൺ ആയിട്ടുള്ള നമ്മുടെ ട്രൈപ്പറിനെയും കരടിയായിട്ടുള്ള വിൽബറിനെയും കൂട്ടി അവരുടെ ക്യാമ്പർ വാനിൽ തന്നെ അലാസ്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നിന്നൊരു ഫാമിലി ട്രിപ്പ് പോലെയാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. ആഡത്തിന്റെ അമ്മയ്ക്ക് അത്ര നന്നായിട്ട് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തുമ്പോഴും നമ്മുടെ ഡ്രൈവർ പോയി ഛർദ്ദിച്ചോണ്ടേ ഇരിക്കുകയാണ്. എന്നിരുന്നാലും ഈ മൃഗങ്ങൾ പറയുന്നത്, മൃഗങ്ങൾ അമ്മയെ തെറി വിളിക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല. ആഡമാണെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അമ്മ സുന്ദരിയാണ്, അമ്മ നന്നായി വണ്ടി ഓടിക്കും എന്നൊക്കെ ഇവർ പറയുന്നു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഇവരൊരു ചെക്കിങ്ങിലൊക്കെ പെടുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ പൊടി വരെ അരിച്ചു പെറുക്കി ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ആയപ്പോൾ ആഡം ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ അമ്മ ചോദിക്കും എമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണോ എന്ന്. അപ്പോൾ ആഡത്തിന്റെ അമ്മയ്ക്കും ഇതേ പറ്റി അറിയാം. അവനാണെങ്കിൽ അച്ഛനെ കാണാത്തതിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2-3 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇവര് അലാസ്കയിലെ റോക്കി വാലി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അതികഠിനമായ തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആർലോ ഇവരുടെ വണ്ടിക്ക് അടുത്തേക്ക് വരുന്നു. അന്നേരം ആർലോയെ TV ന്യൂസിൽ കണ്ട പരിചയം ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആഡത്തിന്റെ അമ്മ പറയും എന്നാ ശരി ഞാൻ ഈ പുള്ളിയുടെ കൂടെ പോയി നോക്കട്ടെ എന്നൊക്കെ പറയും. ശേഷം ആഡത്തോട് കുറച്ചു നേരത്തേക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറയും. വിൽബറും ട്രാപ്പറും അവനെ നോക്കാനായിട്ടും ഏൽപ്പിച്ച് അമ്മ ഇപ്പോൾ ആർലോയുടെ കൂടെ പോവാണ്. ഇവിടെ ഇരിക്കുന്ന വിൽബറും ട്രാപ്പറും സമയം പോവാനായിട്ട് ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആഡത്തിന് ബോറടിക്കും. പെട്ടെന്നാണ് ഇവര് വെളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇവര് ഇത് കർട്ടൻ എല്ലാം സെറ്റാക്കി അകത്തിരിക്കും. നിന്റെ അമ്മ പറഞ്ഞിട്ടാ വരുന്നേ, ഞങ്ങൾ നിന്റെ അമ്മയുടെ ഫ്രണ്ട്സാ എന്നൊക്കെ വെളിയിലുള്ളവർ പറയുമ്പോൾ എന്റെ അമ്മയ്ക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല എന്ന് അവൻ പറയും. പെട്ടെന്ന് തോക്കുമായി വന്ന അവന്മാര് ഇവനെ പിടിക്കാൻ വരും. മയക്കുവെടി വെച്ച് വിൽബറിനെയും ട്രാപ്പറിനെയും മയക്കി വീഴ്ത്തുകയും ചെയ്യും. ആഡം ഓടടാ ഓട്ടം. പോകുന്ന വഴിക്ക് അവന്റെ കാലൊന്നുളുക്കും. എന്നാലും അവൻ സ്വയം ഹീലായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ബിഗ് ഫുട്ടിന്റെ മകനാണല്ലോ, നല്ല സ്പീഡാണ് കേട്ടോ. ഓടി ഓടി അവൻ ലെവലില്ലാതെ ഒരു പാറയിൽ നിന്ന് താഴെ വീഴും. ഇത് കാണുന്ന പിന്നാലെ വന്നവന്മാര് അവൻ ഇതോടെ തീർന്നു കാണും എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പക്ഷെ നമ്മുടെ ആഡത്തിന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവന്റെ കയ്യിൽ ഇപ്പൊ അവന്റെ ഫോൺ ഉണ്ട് കേട്ടോ. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവനൊരു ഗുഹയ്ക്കകത്തേക്ക് ചെല്ലുമ്പോൾ ആ ചെന്നായ, നമ്മൾ സിനിമയുടെ ആദ്യം കണ്ട ചെന്നായ, മനുഷ്യന്മാർ ഇവിടെ വന്ന് ഞങ്ങളുടെ നാടിനെ മുടിച്ചു എന്ന് പറയും. ഈ ചെന്നായ പറയുന്നത് മനസ്സിലായ ആഡം പറയും എല്ലാ മനുഷ്യരും അങ്ങനല്ല, എന്റെ അച്ഛനും ഞാനും എല്ലാം തന്നെ നിങ്ങളെ ഈ നാടിനെ രക്ഷപ്പെടുത്താനാ വന്നേക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ വിൽബറും ട്രാപ്പറും ആവട്ടെ ഇപ്പൊ മയക്കത്തിൽ നിന്ന് ഒന്ന് എണീറ്റ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ട്രാപ്പർ കിട്ടിയ താപ്പ് മുതലാക്കിയിട്ട് ഇവർ കൊണ്ടുവന്ന ഫുഡ് എല്ലാം തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽബർ ഉണരുമ്പോഴേക്ക് ഇതെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ആഡം പറഞ്ഞ കാര്യം വിശ്വസിച്ച ചെന്നായ ഇവിടെ എവിടെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് ആഡത്തിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകും. കാരണം ഇവരുടെ ഈ താഴ്വര തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ അത് സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ ഈ താഴ്വര തന്നെ നശിച്ചു പോവും. പക്ഷേ ഈ ചെന്നായ അവന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, അവിടെ പോയാൽ നീ ഒരു കുഞ്ഞാണ്, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ആഡം എന്തും വരട്ടെ എന്റെ അച്ഛനെയും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് ഈ ചെന്നായയുടെ കൂടെ എക്സ്ട്രാക്ട് ഓയിൽ കമ്പനിയുടെ വർക്ക് സ്പേസിലേക്ക് ചെല്ലും. ഇതുവരെ മാത്രമേ ഞാൻ വരുള്ളൂ, ഇനിയുള്ള കാര്യങ്ങൾ നീ നോക്കണമെന്നും പറഞ്ഞ് ചെന്നായ അവിടെ നിന്ന് പോവും. ആഡം അങ്ങനെ എക്സ്ട്രാക്ട് ഓയിൽ കമ്പനിയുടെ ഉള്ളിലേക്ക് ആരും കാണാതെ കടക്കും. അപ്പോഴാണ് മാൻഡ്രേക്ക് എന്ന ഈ എക്സ്ട്രാക്ട് ഓയിൽ കമ്പനിയുടെ CEO നമ്മുടെ ആഡം കാണുന്നത്. അവൻ അയാൾ അറിയാതെ അയാളെ ഫോളോ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ യൂണിഫോം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇയാൾ സംസാരിക്കുന്നത് കേൾക്കുക. ഇയാള് വെളിയിൽ പരസ്യത്തിൽ പറയുന്നത്
പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇവർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്നാണ്. പക്ഷേ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ചെറിയ ബോംബ് വീതം പൊട്ടിച്ച് ഇതിനകത്ത് നിന്ന് ഓയിൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇയാൾ വലിയൊരു ബോംബ് പൊട്ടിച്ച് ഈ താഴ്വര തന്നെ നശിപ്പിച്ച് ഓയിൽ എടുക്കാനുള്ള പദ്ധതിയാണ്. ആഡം ആവട്ടെ ഇയാൾ അറിയാതെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെളിയിലോട്ട് വരുമ്പോൾ ആർലോ മോനെ നീ എന്റെ കൂടെ പോരെ അമ്മയുടെ അടുത്ത് എത്തിക്കാം എന്ന് പറയും. പക്ഷേ ആർലോ അവനെ ട്രാപ്പ് ചെയ്യായിരുന്നു. കാരണം ആർലോ മാൻഡ്രാക്കിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിരുന്നു. വിൽബർ എണീക്കുമ്പോൾ ട്രാപ്പർ ആവട്ടെ ഇവിടെ വന്നവന്മാര് നമ്മുടെ ഫുഡെല്ലാം എടുത്തോണ്ട് പോയടാ എന്നും പറഞ്ഞ് ഇവിടുത്തെ ഫുഡെല്ലാം എടുത്തു കഴിച്ച് വയറും വീർപ്പിച്ചിരിക്കാവും. പാവം വിൽബർ ഇവൻ പറഞ്ഞത് വിശ്വസിക്കും. ആ സമയമാണ് മൂസ് അവിടെ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മനുഷ്യന്മാരല്ലാതെ വേറെ മൃഗങ്ങൾ വന്നോ എന്നും പറഞ്ഞ് ഇവരെ ഓടിച്ചു വിടുന്നത്. ക്യാമ്പർ വാനും എടുത്ത് വിൽബറും ട്രാപ്പറും പോകുമ്പോൾ പിറകെ ഈ മൂസും വരുന്നുണ്ട്. അങ്ങനെ നേരത്തെ ആഡം വീണ അതേ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഇവന്മാരും നേരെ താഴോട്ട് വീഴാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എക്സ്ട്രാ ഓയിൽ കമ്പനിയുടെ ആൾക്കാരും ഇവരുടെ പിറകെ വരുന്നുണ്ടായിരുന്നു. വണ്ടിയോടടക്കം താഴെ വീണ ഇവരെ പിന്നെ അവന്മാര് ഫോളോ ചെയ്തില്ല. വിൽബറിനും ട്രാപ്പറിനും പ്രശ്നമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാൻഡ്രേക്ക് അന്നേരം ആഡത്തെ പിടിച്ചോണ്ട് വന്ന ആർലോയോട് നീ ഇങ്ങനെ തന്നല്ലേ ഇവന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും പിടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടുത്തെ ഒരു മൈനിലേക്ക് ആഡത്തെ തള്ളിയിടുന്നു. തനിക്കിനി ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആഡം അവിടെ വെച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവൻ അവന്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നുണ്ട്. എമ്മയോട് ഇഷ്ടമുള്ളത് തുറന്നു പറയാൻ പറ്റിയില്ല. അതുപോലെ മാൻഡ്രേക്ക് എന്ന ഓയിൽ കമ്പനിയുടെ ഈ ഉടമയുടെ സ്വഭാവം ഒക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവനൊരു ശബ്ദം കേൾക്കുക. നോക്കുമ്പോൾ അത് അവന്റെ അമ്മയായിരിക്കും. അങ്ങനെ ആഡം ആ മൈനിൽ വെച്ച് അവന്റെ അമ്മയെ കണ്ടുമുട്ടും. ശേഷം ഇവർ രണ്ടുപേരും അന്വേഷിച്ച് നടന്ന് ബിഗ് ഫൂട്ട് എന്ന അവന്റെ അച്ഛനെയും കണ്ടുപിടിക്കും. ആഡം അവൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്യും. അവർ ഈ മൈനിൽ എവിടെയോ ഒരു വലിയ ബോംബ് പൊട്ടിപ്പിച്ച് ഇവിടെ ഫുള്ള് ഓയിൽ എടുക്കാനുള്ള പദ്ധതിയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമയത്തേക്ക് മാൻഡ്രേക്കും കൂട്ടരും ആ വലിയ ബോംബിനെ താഴെ ഇറക്കി ഒരു ദിവസം കഴിഞ്ഞത് പൊട്ടിത്തെറിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുമ്പോഴാണ് ആഡത്തെയും ഫാമിലിയെയും അവിടെ കാണുക. ഈ ബോംബിന്റെ പരിസരത്ത് നിന്ന് അവരെ ഓടിക്കാനായിട്ട് ആർലോ 3 ഡ്രോണുകളെ പറഞ്ഞയക്കും. അങ്ങനെ ഈ ഡ്രോണുകൾ കാരണം ഇപ്പോൾ ഒരു ബോക്സിൽ അകപ്പെട്ട ആഡവും ഫാമിലിയും ഒരു കാർട്ടിലേക്ക് പോയി വീഴും. ഈ മൈനിൽ ജോലി ചെയ്തിരുന്നവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാർട്ടിലേക്കാണ് അവർ വീഴുക. അന്നേരം ആ 3 ഡ്രോണുകളും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ആഡവും ബിഗ് ഫൂട്ടും ചേർന്ന് ആ ഡ്രോണുകളെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞപ്പോഴേക്ക് വേറെയും ഒരുപാട് ഡ്രോണുകളെ ആർലോ ഇറക്കുമതി ചെയ്യും. അപ്പോഴേക്ക് ആഡവും അമ്മയും ഒരു കാർട്ടിലും ബിഗ് ഫൂട്ട് ഒറ്റയ്ക്ക് മറ്റൊരു കാർട്ടിലുമായി പോയിട്ടുണ്ടായിരിക്കും. ആഡത്തിന്റെയും അമ്മയുടെയും പിറകെ വരുന്ന ഈ ഡ്രോണുകളെ ഒക്കെ തന്നെ നമ്മുടെ ബിഗ് ഫൂട്ട് അതിന്റെ ദേഹത്തേക്ക് ചാടി വീണ് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അന്നേരം ദേഷ്യം വന്ന മാൻഡ്രേക്ക് ആ ബോംബ് 10 മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. ഈ സമയത്തേക്ക് ആഡവും ഫാമിലിയും എങ്ങനെയൊക്കെയോ ആ കാർട്ട് ഉപയോഗിച്ച് വെളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ആഡം അവൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവർ ഈ കാർട്ടിൽ തന്നെ നേരെ പോയി വെള്ളത്തിലേക്ക് വീഴും. കറക്റ്റ് അപ്ലോഡ് ആവുന്ന സമയത്തേക്കാണ് അവന്റെ മൊബൈൽ വെള്ളത്തിലേക്ക് വീഴുക. അതുകൊണ്ട് അത് അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ അമ്മയും അച്ഛനും ഒരിടത്ത് സേഫായി എത്തിച്ചേരുമ്പോൾ വെറും 1 മിനിറ്റ് മാത്രമാണ് ആ ബോംബ് പൊട്ടിത്തെറിക്കാൻ ബാക്കിയെന്ന് മനസ്സിലാക്കിയ ആഡം ഓടി നേരെ ആ ബോംബിരിക്കുന്ന മൈൻ ഹോളിലേക്ക് എടുത്തു ചാടും. അങ്ങനെ കൃത്യം ബോംബ് പൊട്ടിത്തെറിക്കാൻ 1 സെക്കൻഡ് ഉള്ളപ്പോൾ അവനത് ഡിസേബിൾ ചെയ്ത് കളയും. ഇനി പെട്ടെന്ന് ആ ബോംബ് പൊട്ടിത്തെറിക്കത്തില്ല എന്ന് മാൻഡ്രേക്കിന്റെ ആളുകൾ പറയുമ്പോൾ ഒരു ചെറിയ ബോംബ് ഉപയോഗിച്ച് ആ ബോംബിനെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആർലോയുടെ കൂടെ മാൻഡ്രേക്ക് പൊക്കോണ്ടിരിക്കും. ഇന്നേരത്താണ് വിൽബറും ട്രാപ്പറും നേരത്തെ വീണ സ്ഥലത്ത് നിന്ന് ക്യാമ്പർ വാനിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിൽബറിനെയും ട്രാപ്പറിനെയും കണ്ട് ശ്രദ്ധ തിരിഞ്ഞു നിൽക്കുന്ന മാൻഡ്രേക്കിന്റെയും ആർലോയുടെയും കയ്യിൽ നിന്ന് നമ്മുടെ ബിഗ് ഫൂട്ട് ഓടി വന്ന് ഈ ചെറിയ ബോംബ് വാങ്ങും. അത് അന്തരീക്ഷത്തിലേക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യും. നമ്മുടെ ആഡത്തിന്റെ വീഡിയോ കണ്ട് ഓൾറെഡി ന്യൂസ് ചാനൽസും പോലീസുമാരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഒരു സിഗ്നൽ പോലെ ഈ ബോംബ് പൊട്ടുക. അങ്ങനെ അവരിവിടേക്ക് കറക്റ്റായി എത്തിച്ചേരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് മാൻഡ്രേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും നമ്മുടെ മുയല്, ചെന്നായ, മൂസ് എല്ലാവരും കൂടി മാൻഡ്രേക്കിനെയും ആർലോയെയും പിടിച്ചു വെക്കും. അങ്ങനെ കറക്റ്റായിട്ട് അവരെ പോലീസ് പിടിക്കുകയും ചെയ്യും. ഇതെല്ലാം തന്നെ എൻ്റെ മകനാണ് ചെയ്തതെന്നും ഞാനിതിൽ ശരിക്കൊരു റോളൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്റർവ്യൂയിലൂടെ നമ്മുടെ ബിഗ് ഫൂട്ട്. വീട്ടിലെത്തിയ ഇവരെല്ലാവരും ആഡം സ്കൂളിലേക്ക് പോകുമ്പോൾ ഇനിയെങ്കിലും എമ്മയോട് നിന്റെ ഇഷ്ടം നീ ഒന്ന് തുറന്നു പറയടാ എന്ന് പറയും. എന്നാ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന എമ്മ പറയും നീ അപ്ലോഡ് ചെയ്ത കൂട്ടത്തില് എന്നോടുള്ള ഇഷ്ടം പറഞ്ഞ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആഡവും എമ്മയും കൂടെ സെറ്റായി അവരുടെ വീട് വീണ്ടും പഴയൊരു വൈബിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് 2020 പുറത്തിറങ്ങിയ ദ ബിഗ് ഫൂട്ട് ഫാമിലി എന്ന മനോഹരമായ ഒരു അഡ്വഞ്ചറസ് സിനിമ അവസാനിക്കുന്നത്. ബിഗ് ഫൂട്ടിന്റെ സെക്കൻഡ് മൂവിയാണ് കേട്ടോ ഇത്. ഇതിന് ഒരു ഫസ്റ്റ് മൂവി ഉണ്ട്.
ഫസ്റ്റ് മൂവിയിലാണ് ആഡം എങ്ങനെയാണ് അച്ഛനെ കണ്ടുപിടിച്ചത്, അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു, ഈ മൃഗങ്ങളും ഇവരും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ വിവരിക്കുന്നത്. സോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമന്റ്സ് ആയിട്ട് പറയൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഒത്തിരി മൂവീസിന്റെ ചെറിയ ചില പാർട്ടുകൾ മാത്രം ഇടുമ്പോൾ കുറേ കൂട്ടുകാർ പറയാറുണ്ട് നമ്മളതിന്റെ സെക്കൻഡ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് കളക്ട് ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കൂട്ടുകാർ സജസ്റ്റ് ചെയ്യുന്ന മൂവീസ് ഒക്കെ തന്നെ നമ്മൾ അതിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ ഫസ്റ്റ് മൂവി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോസ് മിസ്സാവാതെ കാണാതിരിക്കാനായി, നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളോട് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നമ്മളോട് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണമെന്നുള്ള കൂട്ടുകാർ, നിങ്ങളുടെ പേരുകളാവാം, നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ ആരുടെ പേരെങ്കിലും നമ്മുടെ വീഡിയോസിലൂടെ പറയണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പേരുകൾ കമൻസ് ആയിട്ടിടുക. ബർത്ത്ഡേ വിഷസുകൾ നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കണം എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, ബർത്ത്ഡേ വിഷസുകൾ എന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ്, അങ്ങനെ ഏതെങ്കിലും ഒക്കേഷൻ്റെ വിഷസുകൾ നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കണം എന്നുള്ള കൂട്ടുകാർ എന്താണ് ഒക്കേഷൻ എന്നും, ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ എന്നും, എന്നാണ് ഈ ഒരു ഇവന്റ് വരുന്നതെന്നും, ആരാണ് ഇതിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കൂട്ടുകാർ വിഷസായി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്ന ഡേറ്റ്, എന്താണ് അച്ഛൻ്റെയും അമ്മയുടെയും പേര് എന്നുള്ളതൊക്കെ ഈ ഒരു ഇവന്റിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് പറയാം കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ തന്നെ നമ്മുടെ പഴയ ഓൾഡായിട്ടുള്ള, നമ്മൾ പണ്ട് ഡോഗ് മൂവീസ് ഒക്കെ ചെയ്യുമായിരുന്നു, അപ്പോൾ അത് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഇപ്പോൾ ആനിമേഷൻ മൂവീസാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ പണ്ടത്തെ ഡോഗ് മൂവീസ്, നമ്മൾ ചെയ്തിരുന്ന ഡോഗ് മൂവീസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി, നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ.